അതിന് ചിലപ്പോൾ എപ്പോഴും ഞങ്ങൾ വഴക്കിടാറുണ്ട്. പിറ്റേ ദിവസം ആരെങ്കിലും ഒരാൾ സോറി പറയാറുണ്ട്. കേരളം മുഴുവൻ ഞാൻ എൻ്റെ ചെറിയ മാരുതി കാറിൽ ഞാനും ശ്രീനുമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ, കാഞ്ഞങ്ങാട് വരെ ഞങ്ങൾ വണ്ടി ഓടിച്ചൊക്കെ ചിലക്ക് കഥയ്ക്ക് ആശയങ്ങൾ കിട്ടാതാകുമ്പോൾ ചിലപ്പോൾ പോകും. അങ്ങനെ കുറേ മുഹൂർത്തങ്ങൾ ശ്രീനിവാസനെ കുറിച്ചുണ്ട്. പക്ഷെ എനിക്കെപ്പോഴും തോന്നാറുള്ള ഒരു കാര്യം, ശ്രീനിവാസൻ ഒരു നടനായി പോയതുകൊണ്ട് ശ്രീനിവാസൻ എന്ന എഴുത്തുകാരനെ വേണ്ട വിധത്തിൽ നമ്മൾ ആഘോഷിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മളെപ്പോഴും മികച്ച തിരക്കഥാകൃത്തുകളെ പറ്റി പറയുമ്പോൾ ആ പേരുകളുടെ കൂട്ടത്തിൽ ശ്രീനിവാസനെ ഉൾപ്പെടുത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നേരെ പഠിച്ച ശ്രീനി ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റുകൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു എന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നതാണ്. കാരണം ശ്രീനിയെ പോലെ മനുഷ്യ ജീവിതത്തിനെ തൊട്ടറിഞ്ഞ് മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയിൽ സംസാരിക്കുന്ന കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാക്കാൻ വേറെ ആരും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ സാഹിത്യത്തിൻ്റെ മേൻപൊടി ഉണ്ടാവാറില്ല. തിരക്കഥ എന്ന് പറയുന്നത് ഒരു വേറെ സാഹിത്യ ശാഖ തന്നെയാണ്. ശ്രീനിവാസൻ ഉണ്ടാക്കിയിട്ടുള്ള കഥാപാത്രങ്ങൾ ആലോചിക്കുക. വടക്കുനോക്കി യന്ത്രം, ചിന്താവശി ശ്യാമള, സന്ദേശം, തലയണമന്ത്രം, വരവേൽപ്പ്, നാടോടിക്കാറ്റ്, എത്ര വെറൈറ്റി ക്യാരക്ടേഴ്സ്. ശൂന്യതയിൽ നിന്ന് പോലും ശ്രീനി നർമ്മമുണ്ടാക്കും. ആർക്കും എപ്പോഴും പറയാവുന്ന സംഭാഷണങ്ങൾ ശ്രീനിവാസൻ്റെതായിട്ട് വരുമ്പോൾ നമ്മളത് ചിരിക്കാൻ നമുക്ക് പറ്റും. എന്താ വിജയ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത്? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. വളരെ സിമ്പിൾ ഡയലോഗാണ്, പക്ഷെ അത് 3 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോവുകയാണ്. ഇപ്പോഴും ആളുകൾ ഒരു ചൊല്ല് പോലെ, പഴഞ്ചൊല്ല് പോലെ അത് പറയും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. പോളണ്ടിനെ പറ്റി പറയരുത്. ആ ഇരു പാർട്ടികൾ തമ്മിൽ പ്രഥമദൃഷ്ട്യ ഒരുമിച്ചാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു. ഇതൊക്കെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ കേൾക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പം ശ്യാമളയിലെ ജീവിതം, വടക്കുനോക്കിയറ്റത്തിലെ ജീവിതം, എൻ്റേതല്ലാത്ത സ്ക്രിപ്റ്റുകൾ, ചമ്പക്കുളം തച്ചനും മഴയത്തും മുമ്പ് ഒക്കെ എഴുതുമ്പോഴുള്ള വേറെ വെറൈറ്റിയുള്ള ശ്രീനിവാസൻ. അപ്പം ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയെ വളരെ നന്മയുടെ ഭാഗത്തേക്ക് വഴി തിരിച്ചുവിട്ട ഒരു തിരക്കഥാകൃത്താണ്, ഒരു എഴുത്തുകാരനാണ് ശ്രീനിവാസൻ. ആ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് ഇനിയായിരിക്കും കൂടുതൽ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ജോൺസൺ ജീവിച്ചിരിക്കുന്ന കാലത്ത് ജോൺസന്റെ സംഗീതത്തിന് സാധാരണ സംഗീത സംവിധായകന്റെ പാട്ടുകൾ പോലെ ആളുകൾ പറഞ്ഞിട്ടുള്ളൂ. ജോൺസൺ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ജോൺസൺ ഈ ലോകത്തുനിന്ന് പോയതിന് ശേഷം അപ്പോൾ ശ്രീനിവാസൻ എവിടെ ആയാലും ഒരു അസുഖബാധിതരായ പോലും ദൂരെ ഉണ്ട് എന്നുള്ളതൊരു വിശ്വാസമാണ്, അതൊരു ധൈര്യമായിരുന്നു. ആ ധൈര്യമാണ് ഇന്നത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഞാൻ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലും ശ്രീനിവാസനായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. അതിന് തൊട്ടു മുമ്പ് പലപ്പോഴും ഒരു 2 ആഴ്ച കൂടുമ്പോൾ എപ്പോഴും ഞാനിവിടെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ വരുന്നു എന്ന് വിളിച്ച് പറഞ്ഞാൽ ശ്രീനിവാസന്റെ അനുസ്മരണ സമ്മേളനം അവിടെ നടക്കുകയാണ്. അവിടെ പ്രിയപ്പെട്ട ശ്രീനിവാസനെ ഓർത്തെടുക്കുകയാണ് സത്യനന്ദിക്കാടിന്. പറഞ്ഞാലും തീരാത്ത കഥകളുണ്ടാകും, പറഞ്ഞാലും തീരാത്ത ഓർമ്മകളുണ്ടാകും ശ്രീനിവാസനെ കുറിച്ച്.